പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച ശക്തികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് കേന്ദ്ര വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ. ഷാങ്ഹായ് സമ്മേളനത്തിലായിരുന്നു ജയശങ്കർ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത്. പാകിസ്ഥാന്റെയും ചൈനയുടെയും വിദേശകാര്യമന്ത്രിമാരെ ഇരുത്തിക്കൊണ്ടാണ് ജയശങ്കർ ഭീകരതയ്ക്ക് താക്കീത് നൽകിയത്. വിവരങ്ങൾ നൽകാനായി ഗൗതം അനന്തനാരായണനുണ്ട്. ഗൗതം, വീണ്ടും ഒരിക്കൽ കൂടി ഇവരെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു നിലപാട് വിശദീകരണമാണ് ഭാരതം നൽകുന്നത്. എങ്ങനെയാണ് അവർ ഈ വിഷയത്തോട് പ്രതികരിച്ചത് എന്നുകൂടി അറിയേണ്ടിയിരിക്കുന്നു. രാഖി, ചൈനയിലാണ് നിലവിൽ ഈ ഷാങ്ഹായ് സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സമ്മേളനം നടക്കുന്ന വേളയിൽ തന്നെ പാകിസ്ഥാൻ്റെ വിദേശകാര്യമന്ത്രിയും അതുപോലെ തന്നെ ചൈനയുടെ വിദേശകാര്യമന്ത്രിയും ഈ ഷാങ്ഹായ് സമ്മേളനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന അതേ വേദിയിൽ നിന്നുകൊണ്ട് തന്നെ ഭീകരവാദത്തിനെതിരെ ശക്തമായ നടപടി ഭാരതത്തിൻ്റെ ഭാഗത്ത് നിന്ന് തുടരുമെന്ന സന്ദേശം വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഒരിക്കൽ കൂടി നൽകുകയാണ്. അദ്ദേഹം പറഞ്ഞത് ഈ പഹൽഗാം ഭീകരാക്രമണം എന്ന് പറയുന്നത് രണ്ട് പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് പാകിസ്ഥാന് ഉണ്ടായിരുന്നത്. അതിൽ ഒന്ന്, മതപരമായി ഭാരതത്തിലെ ആളുകളെ ഭിന്നിപ്പിക്കുക എന്നുള്ളതാണ്. പഹൽഗാമിൽ നടന്നത് ഒരു ലക്ഷണമൊത്ത മതസ്വഭാവമുള്ള ഭീകരാക്രമണമാണ്. അതായത് അതിൻ്റെ ചരിത്രം നമുക്കറിയാവുന്നതാണ്. കലിമ ചൊല്ലാൻ അറിയാമോ എന്ന് ചോദിക്കുന്നു. അതിനുശേഷം കലിമ ചൊല്ലാൻ അറിയാത്ത ആളുകളെ വെടിവെക്കുന്നു. അപ്പോൾ ഇതേപ്പറ്റി ജയശങ്കർ കൃത്യമായി പറയുന്നു. ഒരു കമ്മ്യൂണൽ ഡിവൈഡ്, മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭാരതത്തിനകത്ത് വിഭജനമുണ്ടാക്കുക എന്നതായിരുന്നു ഭീകരരുടെ ഒരു ലക്ഷ്യം. രണ്ട്, ജമ്മു കാശ്മീരിൽ നിലവിൽ ഉയർന്നു വരുന്ന ടൂറിസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ ഭീകരവാദികൾ ലക്ഷ്യമിട്ടു. അതിനാൽ ഇത്തരം ഭീകരവാദികൾക്കെതിരെ കടുത്ത നടപടി ഭാരതത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്ന കൃത്യമായ സന്ദേശം ഡോക്ടർ എസ് ജയശങ്കർ നൽകുകയാണ്. അതിൽ ഏറ്റവും ശ്രദ്ധേയം ചൈനയിലാണ് ഈ ഷാങ്ഹായ് സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പിന്നീട് ഭാരതം ഓപ്പറേഷൻ സിന്ദൂർ എന്ന നിലയിൽ ശക്തമായ തിരിച്ചടി നൽകുകയും പിന്നീടൊരു അപ്രഖ്യാപിത യുദ്ധം 3 ദിവസം ഭാരതത്തിനും പാകിസ്ഥാനുമിടയിൽ ഉണ്ടായത് നമുക്കറിയാവുന്നതാണ്. ആ സമയങ്ങളിൽ ചൈന നിർമ്മിതമായ ആയുധങ്ങൾ ഭാരതത്തിലേക്ക് ഉപയോഗിക്കുവാൻ പാകിസ്ഥാൻ ശ്രമിച്ചിരുന്നു. അപ്പോൾ കൃത്യമായിരുന്നു കാര്യങ്ങൾ. ചൈനയുടെ കൂടി പിന്തുണയോടുകൂടിയാണ് ആ സമയങ്ങളിൽ പാകിസ്ഥാൻ അതിർത്തിയിലും ഭാരതത്തിനകത്തും പ്രകോപനം സൃഷ്ടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അതിനാൽ ചൈനയും പാകിസ്ഥാനും ആണ് പഹൽഗാമിന് പിന്നിലുള്ളത് എങ്കിൽ അവർക്ക് കൃത്യമായ സന്ദേശം ഭാരതം നൽകുകയാണ്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ഭീകരവാദികളെയും മതതീവ്രവാദികളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന ശക്തമായ സന്ദേശം ചൈനയിൽ നിന്നുകൊണ്ട്, അതും പാകിസ്ഥാൻ്റെയും ചൈനയുടെയും വിദേശകാര്യമന്ത്രി ഇരിക്കുന്ന അതേ വേളയിൽ തന്നെ ഡോക്ടർ എസ് ജയശങ്കർ നൽകുന്നു എന്നതാണ് വളരെ ശ്രദ്ധേയമാകുന്നത്. ഷാങ്ഹായ് സമ്മേളനത്തിൽ ജയശങ്കറിന്റെ പ്രസ്താവന വന്നിരിക്കുകയാണ്. പാകിസ്ഥാന്റെയും ചൈനയുടെയും വിദേശകാര്യ മന്ത്രിമാരെ ഇരുത്തിക്കൊണ്ട് ജയശങ്കർ ഭീകരതയെ താക്കീത് ചെയ്തിരിക്കുന്നു. കൃത്യമായി നിയമത്തിന് മുന്നിൽ ഇവരെ കൊണ്ടുവരുമെന്ന് മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട് ജയശങ്കർ. ഗൗതം അനന്തനാരായണനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.